ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഇസ്ലാമിക പണ്ഡിതനുമായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ അന്തരിച്ചു. കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മയ്യിത്ത് നമസ്കാരം നാളെ രാവിലെ 9-ന് മലപ്പുറം കോട്ടുമല കോംപ്ലക്സിൽ നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയുമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മലപ്പുറത്ത് നിന്നും സാജിദ് അജ്മലും കോഴിക്കോട് നിന്ന് കെ ഇല്യാസും ചേരുന്നു. ആദ്യം കെ ഇല്യാസിലേക്ക്. ഇല്യാസ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? സൈഫുന്നിസ, ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് സമസ്ത നേതാവ് കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അന്തരിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കുറെ നാളുകളായി ഹൃദയ സംബന്ധിയായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഈ ആശുപത്രിയിൽ, കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സമസ്തയുടെ മുതിർന്ന നേതൃനിരയിൽ പ്രമുഖനായിരുന്നു കോട്ടുമല ബാപ്പു മുസ്ലിയാർ. 65 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സമസ്ത മുഷാവറ അംഗമായ അദ്ദേഹം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ മുഫത്തിഷീന്റെ പ്രസിഡന്റ്, ജാമിയ നൂരിയ സർവകലാശാലയുടെ അതുപോലെ തന്നെ സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 2012 അദ്ദേഹത്തെ കഴിഞ്ഞ 3 ടേമിലുള്ള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. 2012 പുനഃസംഘടിപ്പിച്ച ഹജ്ജ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഐക്യകണ്ഠേനയാണ് അദ്ദേഹം ചെയർമാനായി. പിന്നീട് അദ്ദേഹം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ വലിയ പ്രവർത്തനകാലത്ത് അപേക്ഷകരുടെ എണ്ണത്തിന് ആനുപാതികമായി ഹജ്ജ് ക്വാട്ട നിശ്ചയിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന്റെ ഫലം 2015 നടന്ന തെരഞ്ഞെടുപ്പിലും ചെയർമാനായി നിശ്ചയിക്കുകയുണ്ടായി. സമസ്തയുടെ സെക്രട്ടറിയായി അദ്ദേഹം മുൻപ് പ്രവർത്തിച്ചിരുന്നു. ഈ കാലത്ത് സംഘടനയെ സെക്രട്ടറിയോടെ നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ, ഖബറടക്ക ചടങ്ങുകളൊക്കെ നടക്കുക? ഒപ്പം തന്നെ പൊതുദർശനം മലപ്പുറത്ത് പദ്ധതിയിട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ മൃതദേഹം മലപ്പുറത്തെ കാളമ്പാടിയുള്ള കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സിൽ എത്തിക്കും. നേരത്തെ ഇല്യാസ് സൂചിപ്പിച്ചതുപോലെ 2012 കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കുന്നത്. കൂടാതെ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ 2 നിലകളിലായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ ഉള്ളത്. ഒന്ന്, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് തന്നെയാണ്. കാരണം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആയതിനു ശേഷം ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തീർത്ഥാടകരുടെ ക്ഷേമത്തിന് വേണ്ടി അദ്ദേഹം നിരന്തരം സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും സമീപിക്കും. കേന്ദ്ര മന്ത്രിമാരെ കാണുകയും അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനം പുറപ്പെടുന്ന എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം അദ്ദേഹത്തിന്റെ ആശുപത്രിയിലാകുന്നത് വരെ അദ്ദേഹം നടത്തിയിരുന്നു. ഏകദേശം 2 മാസക്കാലമായി ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്റർ ആയിരുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. പിന്നീട് രോഗം ഭേദപ്പെടുകയും വീണ്ടും രോഗം മൂർച്ഛിച്ച് ഇന്ന് ഉച്ചയോടെകൂടിയാണ് അദ്ദേഹം അന്തരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. കൂടാതെ മുഫദ്ദിസുകളുടെ നേതാവ് കൂടിയാണ്, പ്രസിഡന്റാണ്. അതായത് മദ്രസയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് മുഫദ്ദിസുമാരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിയമിക്കുന്നത്. ഇവരുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം ഫത്വ ബോർഡ് മെമ്പർ കൂടിയാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്തും മറ്റും ആധികാരികമായ അഭിപ്രായം പറയുന്ന ബോഡിയാണ് ഇത്. ഇതിലെ അംഗം കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ല സംഘാടകൻ കൂടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ പോഷക സംഘടനകളെയും SKSS പോലുള്ള അതിന്റെ പോഷക സംഘടനകളെയും കരുത്തുറ്റ രീതിയിൽ വാർത്തെടുക്കുന്നതിന് അദ്ദേഹം വലിയ സംഭാവനകളാണ് വഹിച്ചിട്ടുള്ളത്. ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഒരു സംഘടനാ സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. മദ്രസ പ്രസ്ഥാനത്തിനും അദ്ദേഹം വലിയ സംഭാവനകളാണ് നൽകിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനും മദ്രസകളുടെ ഗുണനിലവാരം, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ട നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സമസ്തയെ സംബന്ധിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെയും സംബന്ധിച്ചും വലിയ നഷ്ടം തന്നെയാണ് ഈ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ നിര്യാണം. അദ്ദേഹം ഒരു പണ്ഡിത കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് കോട്ടുമല അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ദർസിലാണ് പഠനം നടത്തിയിരുന്നത്. തുടർന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് ഫൈസി ബിരുദം എടുത്തു. തുടർന്ന് അദ്ദേഹം വിവിധ കലാലയങ്ങൾ അധ്യാപകനായും വിവിധ കോളേജുകളുടെ പ്രിൻസിപ്പളായും മറ്റും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ
കാളമ്പാടി ഉൾപ്പെടെയുള്ള നിരവധി പള്ളികളുടെ മുഖ്യ കാളി കൂടിയാണ് അദ്ദേഹം. എന്തായാലും 5 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്ത് മലപ്പുറത്ത് എത്തിക്കും. തുടർന്ന് പൊതുദർശനം ഉണ്ടാകും. നിരവധി തവണകളായിട്ടായിരിക്കും മയ്യത്ത് നമസ്കാരം ഉണ്ടാവുക. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കും അദ്ദേഹം വലിയ ജനസ്വീകാര്യ ഉള്ള ഒരു പണ്ഡിതൻ കൂടിയാണ്. ആയതുകൊണ്ട് തന്നെ വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടാകും. നിരവധി തവണകളായിട്ടായിരിക്കും മയ്യത്ത് നമസ്കാരം നടക്കുക. സൈഫുനിസ.